നമസ്കാരം, CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി വിയാർപുരത്ത് തെരുവുനായ ശല്യം രൂക്ഷമായി. ഒരാൾക്ക് തെരുവുനായയുടെ കടിയേറ്റു. DYFI സംസ്ഥാന സമ്മേളനത്തിന്റെ സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക ജാഥയ്ക്ക് ജില്ലാ അതിർത്തിയായ പൊങ്ങത്ത് ആവേശകരമായ സ്വീകരണം നൽകി. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലെ ബിരുദാനന്തര ബിരുദ സൈക്കോളജി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ദ്വിദിന അന്താരാഷ്ട്ര കോൺഫറൻസ് സംഘടിപ്പിച്ചു. ഓണക്കാലത്ത് ആശ്വാസമായി ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു. ബിവറേജസ് കോർപ്പറേഷൻ ജീവനക്കാർക്ക് ഇത്തവണയും റെക്കോർഡ് ബോണസ്. വാർത്തകൾ വിശദമായി. ചാലക്കുടി വിയാർപുരത്ത് തെരുവുനായ ശല്യം രൂക്ഷമായി. ഒരാൾക്ക് തെരുവുനായയുടെ കടിയേറ്റു. 2 വളർത്തുനായകളടക്കം 3 ചത്തു. കഴിഞ്ഞ ദിവസം ചത്ത നായ്ക്ക് പേവിഷബാധയുള്ളതായി സ്ഥിരീകരിച്ചു. വിയാർപുരം ജംഗ്ഷനിലും പരിസരത്തുമാണ് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി തെരുവു നായകളുടെ ശല്യം രൂക്ഷമായിരിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് വിയാർപുരം ജംഗ്ഷന് ഭാഗത്ത് ഒരുപാട് തെരുവ് പട്ടികളുടെ ശല്യമുണ്ട്. ഒരുപാട് കാലമായിട്ട് നിരന്തരമായി പട്ടിപിടുത്തക്കാർ വരുന്നുണ്ട്, നഗരസഭ വരുന്നുണ്ടെങ്കിലും ഈ പട്ടികളെ പിടിക്കാൻ കിട്ടാറില്ല. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ പ്രദേശത്ത് 3-4 പട്ടികൾ ഇങ്ങനെ നിരന്തരം രാവും പകലും വന്ന് വീടുകളുടെ ഗേറ്റിനെ വന്ന് മുറന്ന് നിൽക്കുന്നത് കാണാം. ഇതിലെ ഓടി പല വീട് യാത്രക്കാരും ശല്യം ചെയ്യുന്നതായിട്ട് നിരന്തരമുള്ള കാര്യമുണ്ട്. 2 വീടിന് അപ്പുറത്ത് ഒരു പയ്യനെ വണ്ടിയിൽ കയറാൻ നേരത്ത് ഓടിച്ചു, ഒറ്റപ്പുറത്ത് ബൈക്കിൽ കയറാൻ നേരത്ത് ഓടിച്ചു. അവൻ രക്ഷപ്പെട്ടു. ഷമ്മി എന്ന് പറഞ്ഞ പയ്യനെയാണ് ഓടിച്ചത്. അത് നിരന്തരം ഒന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ പട്ടിനെ ഇടയ്ക്കിട്ട് ഞങ്ങൾ വീടിന് കോമ്പൗണ്ടർ അയച്ചിടാറുണ്ട്. പക്ഷെ നിരന്തരം ഒരു പട്ടി ഇപ്പോൾ ചത്തുപോയി പട്ടി എന്ന് പറഞ്ഞ പട്ടി ഇവിടെ എപ്പോഴും ഗേറ്റിൽ വന്ന് നിൽക്കും. അപ്പോൾ പലപ്പോഴും മാറ്റി കളയാറ് പതിവ്. പക്ഷെ ഇപ്പം ഞാൻ ശനിയാഴ്ച പട്ടി ഇവിടെ വന്നിട്ട് ഗേറ്റ് തുറന്നെടുക്കായിരുന്നു. നേരെ വന്ന് ഇവിടെ ചങ്ങലമ കിടന്ന പട്ടിനെ പിടിച്ച് കടിച്ചു. ഒപ്പം തന്നെ ഞങ്ങൾ ഈ സൗണ്ട് കേട്ട് പട്ടി കടി കൂടുന്ന സൗണ്ട് കേട്ട് ഓടി വന്നപ്പോഴാണ് ഈ പട്ടി തിരിഞ്ഞു പോയി അപ്പുറത്തെ പറമ്പിലേക്ക് പോയി. അപ്പുറത്തെ പറമ്പിലെ ഈ സ്റ്റാലിൻ പറഞ്ഞ പയ്യന്റെ വീട്ടിലെ പട്ടിനെ കടിച്ചു. ആ പട്ടി ഇന്ന് രാവിലെ ചത്തു. നേരത്തെ ഈ പേ പിടിച്ചു എന്ന് സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞ പട്ടി കഴിഞ്ഞ ഒരാഴ്ച മുൻപ് ഈ വീട്ടുടമസ്ഥനെ കടിച്ചിട്ടുണ്ട്. വീട്ടുടമസ്ഥനെ കടിച്ച് അത് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതിനുശേഷമാണ് പട്ടിക്ക് പേ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചത്. ആച്ചാണ്ടി വീട്ടിൽ ജോസിനാണ് വളർത്തുനായിൽ നിന്നും കടിയേറ്റത്. വളർത്തുനായെ ചത്ത സാഹചര്യത്തിൽ നടത്തിയ പരിശോധനയിൽ പേ വിഷബാധയുള്ളതായി സ്ഥിരീകരിച്ചു. ആച്ചാണ്ടി സ്റ്റാളിന്റെ വളർത്തുനായിയും കഴിഞ്ഞ ദിവസം ചത്തു. ഈ നായിയെ 2 ദിവസം മുമ്പ് തെരുവു നായ ആക്രമിച്ചിരുന്നു. ജംഗ്ഷനില് 3 പട്ടികൾ ഞങ്ങളുടെ വീടിന്റെ ഉമ്മറത്ത് തന്നെയാണ്. പിള്ളേരുകൾക്കൊന്നും സ്കൂളിൽ പോകാനോ അല്ലെങ്കിൽ ഞാൻ മാറ്റി നിർത്തിയിട്ടൊക്കെയാണ് പിള്ളേരുകൾ പോകാറുള്ളത്. വടിയെടുത്ത് കൈപ്പിട്ടതെന്ന് പറഞ്ഞു. ഒരു പട്ടി ഗർഭിണിയാണ്. ഒരു പട്ടി ഇപ്പം ഗർഭിണി ഇപ്പം പ്രസവിക്കാറായിട്ടുണ്ട്. വേറൊരു ആൺപട്ടി, വേറെ ഈ പട്ടീനെ കാണുമ്പോൾ വേറെ പട്ടി. ആ ഫ്രണ്ടിലുള്ള വീട്ടിലെ ചാക്കുണ്ണിയാൻ്റെ വീട്ടിലെ ചൊക്കെ ചോറൊക്കെ കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തിട്ട് വൈകുന്നേരം അത് തിന്നാനായിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ കഴിയില്ല. കണ്ണമ്പുഴ ജോൺസന്റെ വീട്ടിലെ വളർത്തുനായ്ക്കും തെരുവുനായയുടെ കടിയേറ്റിട്ടുണ്ട്. വീട്ടിൽ നിരീക്ഷണത്തിലുള്ള ഈ നായ അസ്വാഭാവിക ലക്ഷണങ്ങൾ കാണിക്കുന്നതായും വീട്ടുകാർ പറഞ്ഞു. അപ്പനെ മുന്നേ കടിച്ചാണ്, 1 മാസം മുന്നേ കടിച്ചാണ്. രണ്ടാമത് 4 ദിവസം മുന്നേ കടിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിനെ പോസ്റ്റ്മോർട്ടം ഞാൻ പറഞ്ഞു. പോസ്റ്റ്മോർട്ടം ഞാൻ പറഞ്ഞു കൊണ്ടുപോയി ചെന്നപ്പോൾ പേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പനെ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുത്തു. അന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇഞ്ചക്ഷൻ വേണ്ടെന്ന് പറഞ്ഞു. ഒരു 90 ദിവസത്തിനുള്ളിൽ ഇറങ്ങിയ ഇഞ്ചക്ഷൻ വേണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ പോയി വന്നു. ഞാൻ വീട്ടിൽ കുറച്ച് ആളൊക്കെ ഉണ്ട്, അവർക്ക് വല്ലതും ചെയ്യണമെന്ന് വെച്ചു. അപ്പോൾ വേണ്ട, കടിക്കുക മാന്താനും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം മതി എന്ന് പറഞ്ഞാൽ. പ്രദേശത്ത് നിരവധി വളർത്തുനായകൾ തെരുവു നായകളുടെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. മതിലുകൾ ചാടിക്കടന്ന് കൂട്ടത്തോടെ എത്തുന്ന തെരുവു നായകളാണ് വളർത്തുനായകളെ ആക്രമിക്കുന്നത്. പലരും നായകളുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെടുന്നത്.
ഈ ജോസാന്റെ പടിയിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പട്ടീനെ കാണാറുണ്ട്, 2 പട്ടീനെ 3 കാണാറുണ്ട്. ഇത് കഴിഞ്ഞ് കപ്പേടേരെ അവിടേക്ക് ചെന്നാലും പട്ടികളുടെ ശല്യം കാണാറുണ്ട്. പിന്നെ ഇത് വിട്ട് പോകുന്നു കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളിൽ മിക്ക സ്ഥലത്തും ഈ പട്ടികൾ ഉണ്ടാവുന്നു. പട്ടികളെ വളർത്താൻ കൽപ്പില്ലാന്നുണ്ടെങ്കിൽ ഈ വക മാറണം, ഒഴിവാക്കുക. ഇത് വെറുതെ വെല്ലോടത്ത് കിട്ടുന്ന പട്ടിക്കാട്ടം മുഴുവൻ പട്ടികൾക്ക് കൊണ്ടുകൊടുത്തിട്ട് മറ്റുള്ളവർക്ക് ശരി ഉണ്ടാക്കണമെന്ന് ചെയ്യരുത്. എൻ്റെ വീട്ടിൽ 10,000 കൊടുത്ത് വാങ്ങിച്ച പുൽപ്പട്ടി കുഞ്ഞ് പോമ്പറേൻ്റെ ഇന്ന് കണ്ട തെണ്ടിപ്പട്ടികൾ 4 ദിവസം മുന്നേ കടിച്ച് ചത്തു. ഞാൻ ഈ നേരം വരെ ഞാൻ അതിൻ്റെ ആഘാതത്തിലായിരുന്നു. അപ്പോൾ അതങ്ങനെ വിളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ കൗൺസിലോട് പറഞ്ഞു ആൾ വരാമെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ്. അപ്പം നമുക്കിത് പട്ടീനെ കെട്ടിയിട്ട് വളർത്താൻ പറ്റില്ല. പിന്നെ എന്തിനാണ് ഈ വെല്ലോടത്തും കോഴിക്കാലും പട്ടിക്കാലും സാധനം കിട്ടിയിട്ട് ഇതിന് ഈ വക മാരണത്തിൽ നിൽക്കണേ ഒഴിവാക്കി കളയാ. എല്ലാവർക്കും മൃഗസ്നേഹിക്കണം. ഇതിന് നമ്മളെ കൊണ്ട് പറ്റിയെങ്കിൽ ആ വക ഇത് എടുക്കാൻ നിൽക്കരുത്. സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേർ പോകുന്ന വഴിയിലാണ് നായകൾ തമ്പടിച്ചിരിക്കുന്നത്. തെരുവ് നായകളുടെ ശല്യം സംബന്ധിച്ച് നിരവധി തവണ പരാതി നൽകിയിട്ടും നഗരസഭ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. വളർത്തു നായ്കൾക്ക് പേ വിഷബാധ സ്ഥിരീകരിച്ചതോടെ നാട്ടുകാർ ഭീതിയിലാണ്. അപ്പോൾ ഇന്നലെ വിയർപ്പത്തിൽ പട്ടി ഒരു വ്യക്തിനെ കടിച്ചു. ആ പട്ടി ഇന്നലെ തന്നെ ചത്തുപോയി. അതിനെ കൊണ്ട് പരിശോധിച്ചപ്പോൾ അതിന് പേയുണ്ട്. ഇന്ന് കാലത്ത് എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലെ പട്ടി ചത്തുപോയി. അതിന് പരിശോധിച്ചപ്പോൾ അതിന് പേയുണ്ട്. 3 ദിവസം മുമ്പും വിയർപ്പത്തിൽ ഇതേപോലെ തന്നെ ഒരു പട്ടി ചത്തുപോയി. അതിന് പേയിനെ സ്ഥിരീകരിച്ചു. ഇപ്പോൾ വിയർപ്പത്ത് ഈ പട്ടികൾ മറ്റു പട്ടികളെ കടിച്ചിട്ടുണ്ട്. ആ പട്ടികളെ പിടികൂടാൻ വരെ നമുക്ക് സാധിച്ചിട്ടില്ല. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് വിയർപ്പ് നടക്കുന്നത്. ഉടനടി ആരോഗ്യവകുപ്പ് ഇതിനൊരു പരിഹാരം കാണണം. കാരണം അത്യധികം ഭീതിയിലാണ് ജനങ്ങൾ. ഇപ്പോൾ സ്കൂളിൽ പൂട്ടാൻ പോകണം, നമുക്കറിയാം കുട്ടികളൊക്കെ ഓടിക്കളിക്കുന്ന സമയമാണ് ഓണപ്പൂട്ട് എന്ന് പറയുന്നത്. ആ സമയത്താണ് ഈ പട്ടികളിങ്ങനെ പിടിക്കാതെ വിയർപ്പൻ ജംഗ്ഷനിലും മറ്റു പ്രാന്തപ്രദേശങ്ങളിലൊക്കെ കടന്ന് അരങ്ങ് നടക്കുന്നത്. അത് ഗൗരവമുള്ള വിഷയമാണ്, ചെറുതായി കാണാൻ കഴിയില്ല. അപ്പോൾ ഈ വിഷയത്തിൽ ആരോഗ്യവകുപ്പ് കൃത്യമായ നടപടി എടുക്കണം. ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. മുനിസിപ്പാലിറ്റിയുടെ പരാജയം ആരോഗ്യവകുപ്പിൻ്റെ പോരായ്മയെ പറ്റി ഞാൻ വിശദീകരിക്കുന്നില്ല. ഇത് ജനങ്ങളുടെ ഭീതിയാണ്. ഈ ജനങ്ങളുടെ ഭീതി ഉടനടി പരിഹരിക്കാനുള്ള സംവിധാനം മുനിസിപ്പാലിറ്റി ഒരുക്കണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ആകെ കൂടുതൽ സൂചിപ്പിക്കുന്നത്. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന് സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക ജാഥയ്ക്ക് ജില്ലാ അതിർത്തിയായ പൊങ്ങത്ത് ആവശ്യകരമായ സ്വീകരണം നൽകി. ചൊവ്വാഴ്ച രാത്രി 8:30 എത്തിയ ജാഥയെ CPM ഏരിയ സെക്രട്ടറി KS അശോകിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ സ്വീകരിച്ചു. തുടർന്ന് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ സ്വീകരണവേദിയായ ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലെത്തിച്ചു. തുടർന്ന് നടത്തിയ യോഗത്തിൽ ഏരിയ സെക്രട്ടറി അധ്യക്ഷനായി ജാഥ ക്യാപ്റ്റൻ കേന്ദ്ര കമ്മിറ്റി അംഗം ചിന്ത ജെറോ, മാനേജർ M ഷാജർ, നിതിൻ പുല്ലൻ എന്നിവർ സംസാരിച്ചു. പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും ജീവിത ദുരിതങ്ങളുടെയും പേമാരികൾക്കിടയിൽ ഇന്ത്യൻ യുവത്വത്തിന്റെ സമരോത്സുകതയുടെ ചൈതന്യധാരയായി മാറിയ യുവജന പ്രസ്ഥാനം ആതിഥേയത്വം വഹിക്കുന്ന ജില്ലയിലേക്ക് ഡിവൈഎഫ്ഐയുടെ സമ്മേളനം നഗരിയിൽ ഉയർത്തേണ്ട കൊടിമരം പ്രവേശിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ അനശ്വര രക്തസാക്ഷികളായ സഖാക്കൾ ഹക്ക് മുഹമ്മദിന്റെയും മിദ്രാജിന്റെയും സ്മൃതി മണ്ഡപത്തിൽ നിന്നും സഖാവ് PA മുഹമ്മദ് റിയാസ് കൈമാറിയ കൊടിമരമാണ് ഇന്ന് തൃശ്ശൂരിൻ്റെ മണ്ണിലേക്ക് എത്തിയിരിക്കുന്നത്. വളരെ വൈകിയാണ് ചാലക്കുടിയിലെ സ്വീകരണ കേന്ദ്രത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രതീക്ഷിച്ചതിൽ നിന്നും വ്യത്യസ്തമായി വളരെ വലിയ തിരക്കുള്ള സ്വീകരണങ്ങളായിരുന്നു ഞങ്ങൾക്ക് ഓരോ സ്വീകരണ കേന്ദ്രത്തിലും ലഭിച്ചത്. അതുകൊണ്ടാണ് മുൻകൂട്ടി തയ്യാറാക്കിയ സമയം അതിക്രമിച്ച് വൈകി സ്വീകരണ വേദിയിലേക്ക് എത്തേണ്ടി വന്നത്. ആവേശോജ്വലമായി ഈ സ്വീകരണങ്ങളെല്ലാം ലഭിക്കുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഓരോ ഡിവൈഎഫ്ഐ പ്രവർത്തകരും മുന്നോട്ട് പോകുന്നത്. കാരണം ഈ നാട് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഡിവൈഎഫ്ഐയെ നോക്കിക്കാണുന്നത്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് ഉയർത്തുന്ന യുവജന വിരുദ്ധ സമീപനങ്ങൾക്കെതിരെയുള്ള അതിശക്തമായ പോരാട്ടങ്ങൾക്ക് കൂടുതൽ കരുത്തോടുകൂടി മുമ്പോട്ട് പോകാനുള്ള പരിശ്രമമാണ്. പ്രിയപ്പെട്ട സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഡിവൈഎഫ്ഐയുടെ 16ാമത് സംസ്ഥാന സമ്മേളനം തൃശ്ശൂരിൽ നടക്കുമ്പോൾ സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള കൊടിമരത്തിൻ്റെ പ്രയാണം തിരുവനന്തപുരത്ത്
നിന്നും അനശ്വര രക്തസാക്ഷികൾ ഹക്ക് മുഹമ്മദും മിഥിലാജിൻ്റെയും സ്മൃതി മണ്ഡപത്തിൽ നിന്ന് സഖാവ് മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് സഖാക്കൾ ചിന്ത ജനോഗിൻ്റെ എല്ലാം നേതൃത്വത്തിൽ ഇവിടെ എത്തിയിട്ടുള്ള കൊടിമര ജാഥ തിരുവനന്തപുരത്ത് നിന്ന് സഖാവ് മിഥിലാജിന്റെയും ഹക്കീമിന്റെയും ധീരരായിട്ടുള്ള രക്തസാക്ഷികളുടെ സ്മൃതി കൂടെ ആരംഭിച്ച കൊടിമര ജാഥ ഇന്നിതാ ചാലക്കുടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. സാംബ മഹാസഭ കൂടപ്പുഴ ശാഖ കുടുംബ സംഗമവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും ജില്ലാ സെക്രട്ടറി PS ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ശാഖാ സെക്രട്ടറി PK ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഉന്നത വിജയം നേടിയ ജിതി സാജനും അനന്യ ഷാജു, അശ്വൻ രാജേഷ്, അഭിനവ് രാജേഷ് എന്നിവർക്ക് എൻഡോവ്മെന്റ് ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു. അഡ്വക്കേറ്റ് ബിജു ST റൈറ്റ്, വാർഡ് കൌൺസിലർ രേഷ്മ രാജേഷ്, താലൂക്ക് പ്രസിഡന്റ് ചന്ദ്രൻ പാട്ടാളി, യൂണിയൻ സെക്രട്ടറി VM സുബ്രൻ, ശാഖാ സെക്രട്ടറി KV അജി, കലാഭവൻ ജയൻ, PK സാജൻ, PK സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. എന്ന പേരിൽ അറിയപ്പെടുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ മഹാസഭയുടെ പ്രധാനപ്പെട്ട ആള് നമ്മുടെ ഡോക്ടർ CC പ്രസാദ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ചരമദിനം നമ്മൾ ആഗസ്റ്റ് 4 ആയിരുന്നു. വളരെ വിപുലമായിട്ട് തന്നെ നമ്മുടെ ചാലക്കുടിയിൽ നല്ല രീതിയിലുണ്ട് എന്നുള്ള കാര്യങ്ങളായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. അപ്പോൾ അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. നമുക്ക് മീഡിയ ഒത്തിരി കൂടി നല്ല രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ മീഡിയയുടെ ഒരു വിങ് തന്നെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നമുക്ക് ജില്ലാ കമ്മിറ്റി കൂടി നമ്മൾ അതിന് പറ്റിയ മിടുക്കരായ കുട്ടികളെ ഇതിലേക്ക് കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലെ ബിരുദാനന്തര ബിരുദ സൈക്കോളജി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ദ്വിദിന അന്താരാഷ്ട്ര കോൺഫറൻസ് സംഘടിപ്പിച്ചു. പ്രശസ്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് റവറൻ ഡോക്ടർ പോൾ ചൂരത്തൊട്ടിയിൽ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു. സൈഫർ ദി ബിഹേവിയറൽ ബ്ലൂ പ്രിന്റ് ഓഫ് ക്രൈം എന്ന പേരിൽ സംഘടിപ്പിച്ച കോൺഫറൻസിൽ ചിക്കാഗോ സ്കൂൾ ഓഫ് പ്രൊഫഷണൽ സൈക്കോളജിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും നേടിയിട്ടുള്ള റവറൻ ഡോക്ടർ പോൾ മുഖ്യപ്രഭാഷണം നടത്തി. ഫോറൻസിക് സൈക്കോളജിസ്റ്റും ജെയിൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസറുമായ മേബിൻ വിൽസൺ തോമസ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ഹീൽ വെൽ മൈൻഡ്, സെൻ ലൈഫ് ഹോളിസ്റ്റിക് വെൽനസ് എന്നിവയുടെ സ്ഥാപകനുമായ ഡോക്ടർ റെജി മോഹൻ, തൃശൂർ റൂറൽ സൈബർ ക്രൈം അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ AK മനോജ്, സിവിൽ പോലീസ് ഓഫീസർ NA സച്ചിൻ എന്നിവർ വിവിധ സെഷനുകളിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. തുടർന്ന് PG വിദ്യാർത്ഥികളുടെയും ഗവേഷണ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പ്രബന്ധാവതരണങ്ങൾ ഉണ്ടായി. വിദേശത്തു നിന്നും ഇന്ത്യയിലെ വിവിധ കലാലയങ്ങളിൽ നിന്നുമുള്ള അധ്യാപകരും ഗവേഷകരും വിദ്യാർത്ഥികളും സെമിനാറിൽ പങ്കെടുത്തു. സഹൃദയ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻ ഡോക്ടർ ജോജി കല്ലിങ്ങൽ അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, സൈക്കോളജി വിഭാഗം മേധാവി AK സുരേഷ്, ഡോക്ടർ സിസ്റ്റർ ജെസി ജോർജ് എന്നിവർ പ്രസംഗിച്ചു. ഓണക്കാലത്ത് ആശ്വാസമായി ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു. 59,472 ഗുണഭോക്താക്കൾക്കുള്ള സാമൂഹിക സുരക്ഷാ പെൻഷന് സംസ്ഥാന വിഹിതമായി 951.40 കോടി രൂപയാണ് അനുവദിച്ചത്. ഈ മാസം 31 വരെ പെൻഷൻ വിതരണം ചെയ്യും. 16 ക്ഷേമനിധി ബോർഡുകൾ വഴി 6.59 ലക്ഷം ഗുണഭോക്താക്കൾക്കുള്ള പെൻഷൻ വിതരണത്തിനായി 130.32 കോടി രൂപയും അനുവദിച്ചു. 8,46,456 പേർക്കുള്ള വാർദ്ധക്യ ഭിന്നശേഷി വിധവ പെൻഷനുകളിലെ കേന്ദ്ര സംസ്ഥാന വിഹിതമായി 24.76 കോടി രൂപയും അനുവദിച്ചു. ഇതും ഇന്നു മുതൽ വിതരണം ചെയ്യും. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 1,200 രൂപ നൽകും. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾക്കായി 630.5 കോടി രൂപയും അംഗൻവാടി പെൻഷൻകാരുടെ കുടിശ്ശിക തീർക്കാൻ നേരത്തെ അനുവദിച്ച 10 കോടിക്ക് പുറമെ 24 കോടി രൂപയും അനുവദിച്ചു. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും 4,500 രൂപ ബോണസും 20,000 രൂപ ഓണം അഡ്വാൻസും അനുവദിച്ചിട്ടുണ്ട്. ബോണസിന് അർഹതയില്ലാത്തവർക്ക് 3,000 രൂപ ഉത്സവ ഭത്ത നൽകും. പാർട്ട് ടൈം കണ്ടിൻജന്റ് ജീവനക്കാരുടെ 6,000 രൂപ അഡ്വാൻസ് അനുവദിക്കും. സർവീസ് പെൻഷൻകാർക്ക് 1,250 രൂപ ബോണസും ആശ അംഗൻവാടി പ്രവർത്തകർക്ക് 1,450 രൂപ ഉത്സവ ഭത്തയും നൽകും. മാറ്റം അനിവാര്യമാണെന്ന് പ്രഖ്യാപിച്ച് സെപ്റ്റംബർ 1 ഡൽഹിയിൽ നടക്കുന്ന ഡൽഹി സെലോ മാർച്ചിന്റെ പ്രചാരണാർത്ഥം CPI അങ്കമാലി മുനിസിപ്പൽ ലോക്കൽ കമ്മിറ്റി പ്രചാരണ ജാഥ സംഘടിപ്പിച്ചു. ലോക്കൽ സെക്രട്ടറി OG കിഷോർ ക്യാപ്റ്റനും G പ്രവീൺ വൈസ് ക്യാപ്റ്റനും അഡ്വക്കേറ്റ് PJ ഏലിയാസ് ഡയറക്ടറുമായ പ്രചരണ ജാഥ നിയോജക മണ്ഡലം സെക്രട്ടറി ജോസഫ് ചിറേത്ത് ഉദ്ഘാടനം ചെയ്തു.
ജാഥയുടെ സമാപന സമ്മേളനം കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി എം ജോൺ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം മുകേഷ്, എം പരമേശ്വരൻ, MS ചന്ദ്രബോസ്, സീലിയ വിന്നി, പി സണ്ണി, റിജോ ജോയ്, എം മഹേഷ്, രാജു തോമസ്, ഗോപകുമാർ കാരിക്കോത്ത്, ജോബി VA, KV ഷാർജു തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ ഒരു ഭരണകൂടത്തിലോ ജനാധിപത്യ പ്രക്രിയയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിന് ബാധ്യതയുണ്ട് എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ നിരവധിയായ പ്രക്ഷോഭങ്ങൾ, എത്രയോ രക്തസാക്ഷികളുണ്ടായി ആ സമരത്തിന്റെ ഭാഗമായി. എത്രയോ പോലീസ് മർദ്ദനങ്ങൾക്കിടയാക്കേണ്ടി വന്നിട്ടുണ്ട്. എത്രയോ ആളുകൾ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എത്രയോ ആളുകൾക്ക് കുടുംബം നഷ്ടപ്പെട്ടിട്ടുണ്ട്. എത്രയോ ആളുകൾക്ക് മക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പ്രക്ഷോഭങ്ങളുടെയും ഈ കെടുതികളിൽ നിന്നെല്ലാം പ്രക്ഷോഭങ്ങളുടെ ഫലമായി നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾക്ക്, നമ്മുടെ നാടിന് ഒരു പരിവർത്തനം ഉണ്ടായി. ബിവറേജസ് കോർപ്പറേഷൻ ജീവനക്കാർക്ക് ഇത്തവണയും റെക്കോർഡ് ബോണസ്. ഓണത്തിന് ബെവ്കോ സ്ഥിരം ജീവനക്കാർക്ക് പരമാവധി 1,50,000 രൂപ വരെ ബോണസ് ലഭിക്കും. കഴിഞ്ഞ തവണ നൽകിയ ബോണസ് തുകയേക്കാൾ 2,500 രൂപ കൂടുതലാണ് ഇത്തവണത്തേത്. എക്സൈസ് വകുപ്പ് മന്ത്രി M ലിജുവിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. കഴിഞ്ഞ തവണ 1,02,500 രൂപയായിരുന്നു പരമാവധി ബോണസ്. 2024 ഇത് 95,000 രൂപയും 2023 90,000 രൂപയുമായിരുന്നു സ്ഥിരം ജീവനക്കാർക്കുള്ള പരമാവധി ബോണസ്. ഒലിവ് മൗണ്ട് സെന്റ് തോമസ് ഇടവകയുടെ സുവർണ ജൂബിലി സമാപനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. മൂക്കന്നൂർ ഫൊറോന വികാരി ഫാദർ അഗസ്റ്റിൻ ഭരണിക്കുളങ്ങരയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ പാട്ടുകുർബാന നടന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M ജോൺ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ പീറ്റർ കാഞ്ഞിരക്കാട്ടുകരി അധ്യക്ഷനായി. സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ഗോരഖ്പൂർ രൂപത മുൻ മെത്രാൻ മാർ തോമസ് തുരുത്തിമുറ്റം അനുഗ്രഹ പ്രഭാഷണം നടത്തി. പോളി വെമ്പിലിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഇടവക ഡയറക്ടറിയുടെ പ്രകാശനവും ചടങ്ങിൽ നടത്തി. അയ്യമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് റെജി വർഗീസ്, മൂക്കന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജയ രാധാകൃഷ്ണൻ, സിസ്റ്റർ ലിസിയ, ജൂബിലി കമ്മിറ്റി കൺവീനർ ലോറൻസ് പാലാട്ടി കുനത്താൻ, TM വർഗീസ്, ദിവ്യ സിജു, മിനി വർഗീസ്, കൈക്കാരന്മാരായ ദേവസി കൈപ്രപ്പാട്ട്, വർക്കി തെക്കേമാലി, വൈസ് ചെയർമാൻ ജിതിൻ പവിയാനോസ് തുടങ്ങിയവർ പങ്കെടുത്തു. സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ഇടവക നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ഡോക്യുമെന്റുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. ഒരു വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു മലയോര ഗ്രാമമാണ് ഈ ഒലിവ് മൗണ്ട് പ്രദേശം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളുകളോ വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്ന ആളുകളോ ഒന്നുമില്ലെങ്കിലും വളരെ ഇടത്തരം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശം. ഈ പ്രദേശത്ത് ഇടവകാംഗങ്ങളുടെ ഓരോരുത്തരുടെയും അവരുടെ വിശ്വാസത്തിൻ്റെ ആഴവും ഈ ദേവാലയത്തോടുള്ള പ്രതിബദ്ധതയും ഒക്കെ തന്നെയാണ് 80 വർഷക്കാലം ഈ ദേവാലയത്തിന് അനുദിനം വളർച്ചയുടെ പടവുകൾ കയറുവാനായിട്ട് സാധിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ദൈവത്തെ അറിയിക്കാനുള്ള ഒരു യാത്ര നമ്മുടെ ഇവിടെ ഒരു കുടിയേറ്റ മേഖലയാണെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പറയുകയുണ്ടായി. സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇത്രയും മനോഹരമായ പള്ളി പണിതത്. ഒരുപാട് ധനാഢ്യരായ ആളുകൾ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ ഞാൻ പള്ളിയും ഒക്കെ കാണാനും പ്രസംഗിക്കാനൊക്കെ എറണാകുളത്തിൽ ഞാൻ പോകാത്ത പള്ളി വളരെ കുറച്ചുള്ളൂ, ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. അതുമാതിരി ഞാൻ പോയിട്ടുണ്ട്. അടുത്തത് വളപ്പി പ്രിൻസ് ബിന്ദു. രണ്ടാഴ്ചക്കിടെ പവന് ഏകദേശം 9,000 രൂപ വർദ്ധിച്ച സ്വർണ്ണവിലയിൽ ഇടിവ്. പവന് ഒറ്റയടിക്ക് 680 രൂപയാണ് കുറഞ്ഞത്.
1,13,640 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 85 രൂപയാണ് കുറഞ്ഞത്. 14,205 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വം ഉൾപ്പെടെയുള്ള ഘടകങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. എണ്ണവില ഉയർന്നതിനെ തുടർന്ന് അമേരിക്കയിൽ ബോണ്ട് നിക്ഷേപത്തിൽ നിന്നുള്ള വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്. എണ്ണവില വർദ്ധിച്ചത് അമേരിക്കയിൽ വിലക്കയറ്റ ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. ഇത് സമീപ ഭാവിയിൽ തന്നെ പലിശ നിരക്ക് കൂട്ടാൻ അമേരിക്കൻ കേന്ദ്ര ബാങ്കിനെ പ്രേരിപ്പിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. പലിശ നിരക്ക് കൂട്ടുന്നത് സ്വർണത്തിന്റെ ആകർഷണം കുറയാൻ ഇടയാക്കും. ഇതടക്കമുള്ള വിഷയങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. വരും ദിവസങ്ങളിലും അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ച് സംസ്ഥാനത്തെ വിലയിൽ വ്യതിയാനങ്ങൾ തുടരാൻ സാധ്യതയുണ്ട്. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1 ലക്ഷം കടന്നു. മേരൂർ പഞ്ചായത്തിലെ 14-ാം വാർഡിൽ പറമ്പ് വൃത്തിയാക്കുന്നതിനിടെ കണ്ടെത്തിയ മലമ്പാമ്പിനെ പിടികൂടി. അതിരപ്പള്ളിയിൽ നിന്നെത്തിയ RRT സംഘമാണ് പാമ്പിനെ പിടികൂടിയത്. RRT സംഘത്തിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ S. രഞ്ജിത്ത്, അംഗങ്ങളായ വിൽസൺ പള്ളശ്ശേരി, ലിൻസ് വർഗീസ് എന്നിവരാണ് പാമ്പിനെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത്. എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗവും അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായിരുന്ന മഞ്ഞപ്ര പുന്നയ്ക്കൽ ജോർജിന്റെ 13ാമത് ചരമവാർഷിക അനുസ്മരണ സമ്മേളനം നടത്തി. INTUC വടക്കുംഭാഗം യൂണിറ്റ്, ഇന്ദിരാഗാന്ധി കൾച്ചറൽ ഫോറം മണ്ഡലം കമ്മിറ്റി എന്നിവ സംയുക്തമായി വടക്കുംഭാഗം ജംഗ്ഷനിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം INTUC ദേശീയ സെക്രട്ടറി KK ഇബ്രാഹിംകുട്ടി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജോസൻ V. ആന്റണി അധ്യക്ഷത വഹിച്ചു. INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി PJ ജോയി അനുസ്മരണ ദിന സന്ദേശം നൽകി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ മാത്യു തോമസ്, KP ബേബി, അഡ്വക്കേറ്റ് KS ഷാജി, സാംസൺ ചാക്കോ, UDF കൺവീനർ TM വർഗീസ്, കൊച്ചിത്രേസ്യ തങ്കച്ചൻ, സന്ധി ഫൈനാടത്ത്, ബാബു സാനി, ചെറിയാൻ തോമസ്, ദേവസി മാടൻ, രാജൻ പല്ലൂർ, ബിജി സാജു, സിജു ഈരാളി തുടങ്ങിയവർ പ്രസംഗിച്ചു. ജോർജിന്റെ ഇവിടെയുള്ള പ്രവർത്തന രീതി, ആത്മധൈര്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ആ ആത്മധൈര്യം പ്ലാന്റേഷനിലൊക്കെ ഉപയോഗപ്പെടുത്തി കോൺഗ്രസ്സുകാർക്ക് കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു സന്ദർഭം ഉണ്ടായി. പണ്ട് തുടക്കത്തിൽ കോൺഗ്രസിന്റെ തൊഴിലാളി വിഭാഗമായിരുന്നു കൂടുതൽ. പക്ഷേ പിന്നീട് നടത്തിയ റിക്രൂട്ട്മെന്റ്, ആ റിക്രൂട്ട്മെന്റാണ് വലിയ പ്രശ്നങ്ങൾക്കുണ്ടാക്കുന്നത്. പിന്നീട് കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ കോൺഗ്രസും ആ നിലയിൽ റിക്രൂട്ട്മെന്റ് നടത്തി. ഒരുപാട് സംഘടനകൾക്ക് സാക്ഷ്യം വഹിക്കേണ്ട ഒരു സാഹചര്യം പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കാലടി ഗ്രൂപ്പിലുണ്ട്. എന്തായാലും ആ രംഗത്തൊക്കെ ഭരിക്കുന്നത് എന്നുള്ളത് നമുക്കൊക്കെ വേദന ഉണ്ടാക്കുന്ന കാര്യം. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നേതാക്കന്മാരെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ 1942 നടന്ന ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത നേതാക്കന്മാരെ, ഒളിവിൽ കഴിഞ്ഞ നേതാക്കന്മാരെയൊക്കെ ചൂണ്ടിക്കാണിച്ച് ബ്രിട്ടീഷ് പട്ടാളത്തിന് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ആളുകളാണ് ഇന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്. അത് നമുക്കൊക്കെ ഈ തവണത്തെ സ്വാതന്ത്ര്യ ദിനം സാധാരണ കവിഞ്ഞ് എല്ലാവരും ആഘോഷിക്കുന്ന നമ്മൾ കണ്ടു. അതെന്താണ്? കേരള വാട്ടർ അതോറിറ്റിയുടെ ചാലക്കുടി ഓഫീസിൽ നിന്നും വിരമിച്ചവരുടെ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. റിട്ടയർഡ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ PM മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ T. ശ്രീകുമാർ അധ്യക്ഷനായി. ട്രഷറർ CC സോമനാഥൻ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു. കൺവീനർ TP രാജൻ, റിട്ടയർഡ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പൗളി പീറ്റർ, റിട്ടയർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CK സജി, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ R. സോമസുന്ദരം, റിട്ടയർഡ് AO PK വർഗീസ്, VA ഡേവിസ് എന്നിവർ പ്രസംഗിച്ചു. 80 വയസ്സ് കഴിഞ്ഞ KS രഘുനാഥൻ, VS മുഹമ്മദ് അലി, ML ദേവസി എന്നിവരെ ആദരിച്ചു. മികച്ച ജൈവ കർഷക പുരസ്കാരം നേടിയ PT ജോസഫിനെ ആദരിച്ചു. കൊരട്ടി മഞ്ഞളി മറ്റത്തി തോമസ് നിര്യാതനായി. 85 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 9:30 കൊരട്ടി സെന്റ് മേരീസ് ഫൊറോണപ്പള്ളി സെമിത്തേരിയിൽ. പടിഞ്ഞാറേ ചാലക്കുടി എലിഞ്ഞിക്കോട്ടിൽ ഗോപാലൻ മകൻ പ്രകാശൻ നിര്യാതനായി. 69 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. ഏഴാറ്റുമുഖം പുതുശ്ശേരി ജോഷി ഭാര്യ ഷീബ നിര്യാതയായി. 54 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചാലക്കുടി കച്ചറയ്ക്കൽ ആൻഡു ഭാര്യ എൽസി നിര്യാതയായി. 63 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി വിയാർപുരത്ത് തെരുവുനായ ശല്യം രൂക്ഷമായി. ഒരാൾക്ക് തെരുവുനായയുടെ കടിയേറ്റു. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക ജാഥയ്ക്ക് ജില്ലാ അതിർത്തിയായ പൊങ്ങത്ത് ആവേശകരമായ സ്വീകരണം നൽകി. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലെ ബിരുദാനന്തര ബിരുദ സൈക്കോളജി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ദ്വിദിന അന്താരാഷ്ട്ര കോൺഫറൻസ് സംഘടിപ്പിച്ചു. ഓണക്കാലത്ത് ആശ്വാസമായി ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു. ബിവറേജസ് കോർപ്പറേഷൻ ജീവനക്കാർക്ക് ഇത്തവണയും റെക്കോർഡ് ബോണസ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.